ഓണം വരുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ടോ? ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. നിലവിൽ വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിൽ തുടരുന്നത് സാധാരണക്കാരുടെയും ആഭരണ പ്രേമികളുടെയും ബജറ്റിനെ താളം തെറ്റിച്ചിട്ടുമുണ്ട്. വൈകാതെ സ്വർണ്ണവില 50,000-ലേക്ക് വീഴുമെന്നൊക്കെ നേരത്തെ പ്രവചനങ്ങളുണ്ടായിരുന്നുവെങ്കിലും കുതിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില. ഞെട്ടിച്ചു, വല്ലാത്ത കുതിപ്പ് തന്നെ. സ്വർണ്ണവില കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ആഭരണ പ്രേമികൾ. ഇനി പണിക്കൂലിയും നൽകി സ്വർണ്ണവില വാങ്ങുകയാണെങ്കിൽ വലിയ റെക്കോർഡ് വിലയിലേക്ക് തന്നെ കുതിപ്പ് തുടരുമെന്നുറപ്പിക്കാം. ഓണത്തിന് മുമ്പ് വില ഉയരുമോ എന്ന ചോദ്യവും പ്രധാനമായി ഉയരുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവില ഇപ്പോൾ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ആഗസ്റ്റ് മാസത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം പൂർണ്ണമായി അവസാനിക്കുന്ന പക്ഷം സ്വർണ്ണവില കയറാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതെ, യുദ്ധം അവസാനിച്ചതായി കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും US ഫെഡ് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയാണ് വലിയ തരത്തിലുള്ള സ്വർണ്ണക്കുതിപ്പിന് തടയിടുന്നത്. എന്നാൽ അതിനും അധിക സമയം വേണ്ടിവരില്ല. അടുത്ത വാരം വരാനിരിക്കുന്ന US തൊഴിൽ ഡാറ്റയിലെ കണക്കുകൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയെന്ന ട്രെൻഡിനെ വലിയ തോതിൽ സ്വാധീനിക്കും. ഈ മാസം പൊതുവെ ഇപ്പോഴത്തെ നിരക്കുകളിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ സ്വർണ്ണവിലയെ വലിയ വ്യത്യാസമുണ്ടാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും തീവ്രമാവുകയും ക്രൂഡ് ഓയിൽ വില കയറുകയും ചെയ്താൽ അത് സ്വർണ്ണവില കുറയുന്നതിലേക്ക് നയിക്കും. ഇന്ത്യയിൽ പൊതുവെ ഫെസ്റ്റിവൽ സീസണുകളിൽ സ്വർണ്ണവില ഉയരുന്നത് പതിവാണ്. എന്നാൽ ഇത്തവണ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രവചനാതീതമായി ആഗോള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അറുതി വരുന്നതോടെ കുറെ നാളുകളായി കരുത്തു കുറഞ്ഞു നിൽക്കുന്ന സ്വർണം കുതിപ്പ് തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ രാജ്യാന്തര സ്വർണ്ണവില $4,070 വ്യാപാരം നടക്കുന്നത്. എന്നാൽ 2026 ആഗസ്റ്റ് അവസാനത്തോടെ കേരളത്തിൽ ഓണം സീസൺ ഒരുങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ടോ എന്നും ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന ദീപാവലി അടക്കമുള്ള ഫെസ്റ്റിവൽ സീസൺ രാജ്യാന്തര ഡിമാൻഡിനെയും വിലയെയും സ്വാധീനിക്കാറുണ്ട്. വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിൽ തുടരുന്നത് സാധാരണക്കാരുടെയും ആഭരണ പ്രേമികളുടെയും ബജറ്റിനെയും താളം തെറ്റിച്ചു. വില വർധനവ് കാരണം പലരും പഴയ സ്വർണം മാറ്റി വാങ്ങുന്നതിനും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇപ്പോൾ മുൻഗണനയും നൽകുന്നത്. എന്തായാലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കണക്കാക്കുന്നവർ ഈ വിലക്കുറവ് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട്. എന്നിരുന്നാലും പശ്ചിമേഷ്യയിൽ വീണ്ടും ഉടലെടുത്ത സംഘർഷങ്ങൾ വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ സ്വർണ്ണവില ഇനിയും കുറയുമെന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലുള്ള ആഗോള ഡിമാൻഡ് ഉയർന്നതും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നതും ഇപ്പോഴുള്ള സ്വർണത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഈ വിലവർധനവ് പ്രാദേശിക ആഭരണ വിപണികളിലും പ്രതിഫലിക്കുന്നുണ്ട്. അതായത് വൈകാതെ സ്വർണ്ണവില 50,000-ലേക്കും 80,000-ലേക്കും വീഴുമെന്നൊക്കെ നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില കുതിക്കുകയാണ്. അടുത്തൊന്നും ഇത്തരമൊരു കുറവ് സ്വർണ്ണവിലയിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് ഉപഭോക്താക്കൾക്കും ആഭരണ പ്രേമികൾക്കും ഞെട്ടലുണ്ടാക്കുന്ന റിപ്പോർട്ട് തന്നെ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.